സെവൻത് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റിന്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ LGSന്റെ ഡേറ്റും വന്നിട്ടുണ്ട്. 3 ഡേറ്റ് വന്നിട്ടുണ്ട്. ഇനി ഒരു ഡേറ്റ് കൂടെ വരാനുണ്ട്. അപ്പോൾ ഈ എക്സാമുകൾക്ക് എത്രമാത്രം കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമ്മൾ എന്താണ് ഇതിലൊരു കറണ്ട് അഫയേഴ്സ് സീരീസ് പോലെ ഇതിന് മാത്രം OAക്കും LGSനും വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. OAക്കും LGSനും മാത്രമല്ല, വരാനിരിക്കുന്ന എല്ലാ PSC എക്സാമുകൾക്കും നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പൊ നമുക്കിന്ന് ഒരു കറണ്ട് അഫയേഴ്സിന്റെ സെഷനാണ് നോക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ നമുക്ക് ഈ വരുന്ന എക്സാംസിന് LGSനാവട്ടെ സെക്രട്ടേറിയറ്റ് OAക്ക് ആവട്ടെ ബാക്കിയുള്ള 10th ലെവൽ എക്സാംസിന്റെ ഒക്കെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ആ എക്സാംസിന് എല്ലാത്തിനും തന്നെ ഒരു 2021 മുതലുള്ളത് അറ്റ്ലീസ്റ്റ് 22, 23, 24 കറണ്ട് അഫയേഴ്സ് എങ്കിലും നോക്കിയിരിക്കണം. 21 മുതൽ നോക്കിയാൽ നമ്മളൊരു സേഫ് സോണിലാണ്. 21 മുതൽ നോക്കി വെക്കുക. അപ്പൊ നമ്മള് ഇപ്പോ ഈ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് സീരീസ് പോലാണ് ചെയ്യുന്നത്. 2021 മുതലുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മൾ ഇതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. LGSനും OAക്കും മാത്രമല്ല ബാക്കി എല്ലാ എക്സാംസിനും ഇത് ഉപയോഗപ്പെടുന്നതാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള 2024 വേദിയാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള 2024 വേദി തോന്നക്കലാണ്, തിരുവനന്തപുരം തോന്നക്കലാണ്. അതുപോലെ തന്നെ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. EV രാമകൃഷ്ണനാണ്. 2024 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് ഇമ്മാനുവൽ മാക്രോൺ. ഇതുപോലത്തെ ഓരോ റിപ്പബ്ലിക് സ്വാതന്ത്ര്യദിനം ഓരോന്നിനുള്ള അതിന്റെ തീം, അതിന്റെ ആരൊക്കെയാണ് വന്നത്, ആരൊക്കെയാണ് ഗസ്റ്റ് ആയിട്ട് നമ്മുടെ രാജ്യത്ത് വന്നത്, അതൊക്കെ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ 2023 ദ്രോണാചാര്യ അവാർഡ്, അതായത് ലൈഫ് ടൈം ദ്രോണാചാര്യ അവാർഡ് നേടിയ മലയാളി ആരെന്നാണ് ചോദിച്ചത്. മലയാളികൾ മാത്രമല്ല ഒരുപാട് പേർക്ക് ദ്രോണാചാര്യ കിട്ടുന്നുണ്ട്. അപ്പോ അതിലെ മലയാളി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭാസ്കരനാണ്. അദ്ദേഹം കബഡി ടീമിന്റെ പരിശീലകനാണ്. പരിശീലകർക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. അത് കഴിഞ്ഞിട്ട് വരുന്ന അവാർഡാണ് അർജുന അവാർഡ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ദ്രോണാചാര്യ കഴിഞ്ഞിട്ട് അർജുന അവാർഡ്. അപ്പൊ 2023 അർജുന അവാർഡ് നേടിയ മലയാളി ആരെന്ന് ചോദിച്ചാല് M ശ്രീശങ്കർ ആണ്. പാലക്കാട് സ്വദേശിയായ ലോങ് ജംപ് താരമാണ് അദ്ദേഹം. അപ്പോ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള 2024 വേദി തോന്നക്കലാണ്, തിരുവനന്തപുരം. അതുപോലെ തന്നെ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായത് EV രാമകൃഷ്ണനാണ്. അതുപോലെ 2024 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ഇമ്മാനുവൽ മാക്രോൺ ആണ്. അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റ് ആണ്. 2023 ദ്രോണാചാര്യ അവാർഡ് നേടിയത് ഭാസ്കരനാണ്. അദ്ദേഹം കബഡി ടീമിന്റെ പരിശീലകനാണ്. അതുപോലെ 2023 അർജുന അവാർഡ് നേടിയത് ആരെന്ന് ചോദിച്ചാൽ M ശ്രീശങ്കർ ആണ്. അദ്ദേഹം ലോങ് ജമ്പ് താരമാണ്. അതുപോലെ 2023 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായത് ഏത് സ്ഥലം എന്നാണ് വേദി ആയതാണ് തിരുവനന്തപുരമാണ്. ഉച്ചകോടിയുടെ പ്രമേയം, അപ്പൊ എല്ലാതിന്റെ പ്രമേയം കൂടെ നോക്കി വെച്ചേക്കുക. ഉച്ചകോടിയുടെ പ്രമേയം സ്പോർട്സ് ഫോർ ഓൾ എന്നാണ്. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ പ്രമേയം സ്പോർട്സ് ഫോർ ആൾ നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ്. അതുപോലെ ലോക മനുഷ്യാവകാശ ദിനം നമുക്കറിയാം ഡിസംബർ 10 2023 പ്രമേയം എന്താണെന്ന് ചോദിച്ചാല് എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതിയാണ് 2023 പ്രമേയം. മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10. അപ്പോ 2023 അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതിയാണ്. അതുപോലെ സുഗതകുമാരിയുടെ 90ാം ജന്മവാർഷിക ആഘോഷത്തിന് നൽകിയ പേരാണ് സുഗത നവതിയാണ്. സുഗതകുമാരിയുടെ 90ാം ജന്മവാർഷികത്തിനാണ്, ജന്മവാർഷികാഘോഷത്തിന് നൽകിയ പേരാണ് സുഗത നവതി. അതുപോലെ 33ാമത് വ്യാസ് സമ്മാനത്തിന് അർഹയായത് ആരാണ്? പുഷ്പ ഭാരതി. 2023 33ാമത് വ്യാസ് സമ്മാനം നൽകിയത്. അത് അർഹയായത് ആരെന്ന് പുഷ്പ ഭാരതിയാണ്. വ്യാസ് സമ്മാനം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ 2023 എത്രാമത്തെ ആയിരുന്നു? 33ാമത് വ്യാസ് സമ്മാനമായിരുന്നു. അത് നേടിയത് പുഷ്പ ഭാരതിയാണ്. അത് കൃതി യാദേം യാദേ ഓർ യാദേ എന്നാണ് അതിന്റെ പേര്, കൃതിയുടെ പേര്. അതുപോലെ ശലഭം പദ്ധതി എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ, ശലഭം പദ്ധതി നവജാത ശിശുക്കളിൽ പരിശോധന നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ശലഭം പദ്ധതി. അപ്പോ നവജാത ശിശുക്കളിൽ പരിശോധന നടത്തി എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ശലഭം പദ്ധതി. അതുപോലെ 2023 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്. അപ്പൊ കാറ്റുകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. കാറ്റിന്റെ പേര് മിഗ്ജോ.
അപ്പൊ 2023 ഡിസംബറിലാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഗ്ജോം. ഈ കാറ്റിന് പേര് നൽകിയ രാജ്യം മ്യാൻമർ ആണ്. കാറ്റിന്റെ പേര് മിഗ്ജോം ആണ്. കാറ്റിന് പേര് നൽകിയത് മ്യാൻമർ ആണ്. അതുപോലെ ലോക എയ്ഡ്സ് ദിനം നമുക്കറിയാം ഡിസംബർ 1 അതുപോലെ 2023 പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നാണ്. ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ്. അപ്പൊ ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1 2023 പ്രമേയം ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നാണ്. അതുപോലെ 2023 സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ വേദിയാണ് തിരുവനന്തപുരമാണ്. സ്കൂൾ ശാസ്ത്രമേളയുടെ വേദി. 2022 വേദി എവിടെയായിരുന്നു? എറണാകുളം ആയിരുന്നു. അപ്പൊ 2023 സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ വേദി തിരുവനന്തപുരമാണ്. 2022 എറണാകുളം ആയിരുന്നു. കേരളത്തിൽ ദത്തെടുക്കൽ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ബോധവൽക്കരണ പരിപാടിയുടെ പേര് താരാട്ട് എന്നാണ്. അപ്പൊ കേരളത്തിൽ ദത്തെടുക്കൽ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതിയുടെ പേര് താരാട്ടാണ്. അപ്പൊ ശലഭം പദ്ധതി എന്താണെന്ന് വെച്ചാൽ നവജാത ശിശുക്കളിൽ പരിശോധന നടത്തി വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പദ്ധതിയാണ് ശലഭം പദ്ധതി. അതുപോലെ 2023 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മിഗ്ജോം ആണ്. കാറ്റിന് പേര് നൽകിയത് മ്യാൻമർ ആണ്. എയ്ഡ്സ് ദിനം അറിയാം ഡിസംബർ 1 2023 പ്രമേയം ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നാണ്. അതുപോലെ 2023 സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ വേദി തിരുവനന്തപുരമാണ്. 2023 തിരുവനന്തപുരം, 2022 എറണാകുളം ആണ്. അതുപോലെ തന്നെ കേരളത്തിൽ ദത്തെടുക്കൽ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതിയുടെ പേരാണ് താരാട്ട്. അതായത് അടുത്തത് കേരളത്തിലെ ആദ്യ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. കേരളത്തിലെ ആദ്യ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കക്കോടിയാണ്. കോഴിക്കോട് ജില്ലയിലാണ് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് കേരളത്തിൽ ആദ്യമായിട്ട് ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി തുടങ്ങിയത്. കാരണം എന്ന് വെച്ചാല് ആന്റിബയോട്ടിക്കുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ആശുപത്രിയാണ്. അത് ആദ്യമായിട്ട് ആരംഭിച്ചതാണ് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം, കോഴിക്കോടാണ്. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് 2023 ജേതാക്കൾ ആരെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയാണ്. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് 2023 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഏകദിനമാണ് ഓസ്ട്രേലിയയാണ്. അതുപോലെ 2023 72ാമത് മിസ് യൂണിവേഴ്സ് ആരെന്ന് ചോദിച്ചാൽ ഷെനിസ് പ്ലാസിയോസ് ആണ്. നിക്വാരഗയാണ് രാജ്യം, നിക്വാരഗ. 2023 72ാമത് മിസ് യൂണിവേഴ്സ് ഷെനിസ് പ്ലാസിയോസ് ആണ്. നിക്വാരഗയാണ് രാജ്യം. 2023 നവംബറിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള കുരുമുളകിന്റെ പേരാണ് ചന്ദ്ര. 2023 നവംബറിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള കുരുമുളകിന്റെ പേര് ചന്ദ്ര. 2027 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ, നമീബിയാണ്. ആദ്യമായിട്ടാണ് നമീബിയയിൽ വരുന്നത്. ഇപ്പൊ 2027 ഏകദിന പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ, നമീബിയാണ്. 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കള് ഓസ്ട്രേലിയയാണ്. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? മുതുകാടാണ്. ചക്കിട്ടപ്പാറ അത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വന്നത് മുതുകാടാണ്. ടൈഗർ സഫാരി, ലയൺ സഫാരി അല്ല, ടൈഗർ സഫാരി, ലയൺ സഫാരി വേറെയാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വന്നത് മുതുകാടാണ്. ചക്കിട്ടപ്പാറ കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ആണവ നിലയം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കായംകുളം ആണ്. എല്ലാ ജില്ലകളിലും ഹോൾമാർക്കിംഗ് സെന്ററുകൾ സ്ഥാപിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരളമാണ്. എല്ലാ ജില്ലകളിലും ഹോൾമാർക്കിംഗ് സെന്ററുകൾ സ്ഥാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. അതുപോലെ ഒരു പദ്ധതിയാണ് എക്സൈസ് വകുപ്പ് പ്രൈമറി സ്കൂൾ തലത്തിൽ നടത്തുന്ന ലഹരി വിമുക്ത പരിപാടിയാണ് ബാല്യം അമൂല്യം. എക്സൈസ് വകുപ്പ് പ്രൈമറി സ്കൂൾ തലത്തിൽ നടത്തുന്ന ലഹരി വിമുക്ത പരിപാടിയുടെ പേരാണ് ബാല്യം അമൂല്യം. അതുപോലെ അടുത്തത് 2023 നവംബറിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ദേശാടന പക്ഷിയുടെ പേരാണ് ശ്വേതകണ്ഠൻ മുൾവാലൻ ശരപക്ഷി എന്നാണ് പേര്. ശ്വേതകണ്ഠൻ മുൾവാലൻ ശരപക്ഷി. കണ്ടെത്തിയ സ്ഥലം പൊൻകുന്നം മലയാണ്, കോഴിക്കോട് ജില്ലയില്. അപ്പൊ 2023 നവംബറിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ദേശാടന പക്ഷിയുടെ പേരാണ് ശ്വേതകണ്ഠൻ മുൾവാലൻ ശരപക്ഷിയാണ്. കണ്ടെത്തിയ സ്ഥലം പൊൻകുന്നം മല, കോഴിക്കോട് ജില്ലയിലാണ്. അതുപോലെ സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിൽ നടത്തിയ മിന്നൽ പരിശോധന ഏതെന്ന് വെച്ചാൽ ഓപ്പറേഷൻ വനജ് ആണ്. ഓപ്പറേഷൻ വനജ്. അപ്പൊ സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിൽ നടത്തിയ മിന്നൽ പരിശോധന എന്താന്ന് ചോദിച്ചാല് ഓപ്പറേഷൻ വനജ് ആണ്. കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന കൗമാരക്കാരെ നേർവഴിയിലേക്ക് നയിക്കാൻ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് റീച്ച്.
2023 ശിശുദിനത്തിന്റെ പ്രമേയം എല്ലാ കുട്ടികൾക്കും എല്ലാ അവകാശങ്ങളും. 2023 ശിശുദിനത്തിന്റെ പ്രമേയം എല്ലാ കുട്ടികൾക്കും എല്ലാ അവകാശങ്ങളും. ഫോർ എവരി ചൈൽഡ് എവരി റൈറ്റ്. ഫോർ എവരി ചൈൽഡ് എവരി റൈറ്റ് എന്നാണ് ശിശുദിനത്തിന്റെ പ്രമേയം. അതുപോലെ തന്നെ ലോക പ്രമേഹ ദിനം നവംബർ 14 അതിന്റെ പ്രമേയം 2023 പ്രമേയം നിങ്ങളുടെ അപകട സാധ്യത അറിയുക നിങ്ങളുടെ പ്രതികരണങ്ങളും. നിങ്ങളുടെ അപകട സാധ്യത അറിയുക നിങ്ങളുടെ പ്രതികരണങ്ങളും. ലോക പ്രമേഹ ദിനത്തിന് 2023 പ്രമേയമാണിത്. ലോക പ്രമേഹ ദിനം നവംബർ 14. അതുപോലെ സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്യാസ് ഇൻസുലേറ്റഡ് 400 kV സബ്സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയെന്നാണ്? കുറവിലങ്ങാടാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്യാസ് ഇൻസുലേറ്റഡ് 400 kV സബ്സ്റ്റേഷൻ നിലവിൽ വന്നത് കുറവിലങ്ങാടാണ്. ഗ്യാസ് ഇൻസുലേറ്റർ സ്വിച്ച് ഗിയർ എന്നാണ്, ജിസ് എന്നാണ് അതിന് പറയുന്നത്. ജിസിന്റെ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സബ്സ്റ്റേഷൻ ആണിത്. അടുത്തത് വയോസാന്ത്വനം പദ്ധതി എന്താണെന്നാണ്. കിടപ്പ് രോഗികളുടെ സംരക്ഷണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് വയോസാന്ത്വനം. കിടപ്പ് രോഗികളുടെ സംരക്ഷണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഇത് വയോസാന്ത്വനം. രാജ്യത്തെ ഏറ്റവും വലിയ കടലോട് സ്റ്റാർട്ടപ്പ് സംഗമത്തിന് വേദിയാകുന്നത് എവിടെയെന്നാണ്? അടിമലത്തുറ വിഴിഞ്ഞമാണ്. സ്റ്റാർട്ടപ്പ് സംഗമത്തിന്റെ പേര് ഹഡിൽ ഗ്ലോബൽ ആണ്. രാജ്യത്തെ ഏറ്റവും വലിയ കടലോര സ്റ്റാർട്ടപ്പ് സംഗമത്തിന്റെ വേദിയാകുന്നത് അടിമലത്തുറ വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലാണ്. സ്റ്റാർട്ടപ്പ് സംഗമത്തിന്റെ പേര് ഹഡിൽ ഗ്ലോബൽ എന്നാണ്. അതുപോലെ തന്നെ ആദിവാസി ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PM ജൻമൻ പദ്ധതി. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PM ജൻമൻ പദ്ധതി. അതിന്റെ പൂർണ്ണ രൂപം പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ എന്നാണ്. അതുപോലെ സാമൂഹിക നീതി വകുപ്പ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഒരുക്കിയ രാത്രികാല താമസ സംരക്ഷണ കേന്ദ്രത്തിന്റെ പേര് എന്റെ കൂട് എന്നാണ്. സാമൂഹിക നീതി വകുപ്പ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഒരുക്കിയ രാത്രികാല താമസ സംരക്ഷണത്തിന്റെ കേന്ദ്രത്തിന്റെ പേര് എന്റെ കൂട് എന്നാണ്. അടുത്തതൊരു പദ്ധതിയാണ് മിഠായി പദ്ധതി. എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. മിഠായി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ് മിഠായി പദ്ധതി. അടുത്തത് വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവിനൊപ്പം സാമൂഹിക മികവ് വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുവാനും അധ്യാപകരെ മെന്റർമാരാക്കുന്ന കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം. അപ്പോ സഹിതം പദ്ധതി എന്താണെന്ന് ചോദിച്ചാല് വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവിനൊപ്പം സാമൂഹിക മികവ് വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനുമായി അധ്യാപകരെ മെന്റർമാരാക്കുന്ന കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം പദ്ധതി. അതുപോലെ ആദ്യ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനം കേരളമാണ്. ആദ്യ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനം കേരളമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് കൊച്ചി വാട്ടർ മെട്രോ ആണ്. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ ആണ്. ആദ്യ സമ്പൂർണ്ണ ഗവേണൻസ് കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ ആണ്. അപ്പൊ നമ്മളിത് കറണ്ട് അഫയേഴ്സ് LGSനും OAക്കും പ്രത്യേകമായിട്ട് ഒരു സീരീസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ടോപ്പിക് OAക്കും LGSും ആണല്ലോ ഇപ്പൊ അടുത്ത് വരുന്ന എക്സാംസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ടോപ്പിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. അപ്പൊ ഇനി നിങ്ങൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ നമ്മൾ ഈ സീരീസ് ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത യൂസേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. താങ്ക് യു.